ഇസ്രയേൽ തുടക്കമിട്ട യുദ്ധത്തിൽ ഇറാൻ തിരിച്ചടി തുടങ്ങിയതോടെ ആദ്യ ആക്രമണത്തിന് ഉത്തരവ് നൽകിയ അമേരിക്കയും ഇസ്രയേലും നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്നത്. അത്യാധുനിക സംവിധാനങ്ങളുമായി അമേരിക്കയും ഇസ്രയേലും ഇറങ്ങിയപ്പോൾ ഇറാൻ കാലഹരണപ്പെട്ട ഡ്രോൺ സംവിധാനങ്ങളുമായി എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി സാങ്കേതിക വിദ്യയിൽ ശത്രു രാജ്യങ്ങളുടെ ഒരു പിടി മുന്നിൽ നിൽക്കുകയാണ് ഇറാൻ എന്നിപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. കേവലം അടിക്ക് തിരിച്ചടി എന്നതിലുപരി അമേരിക്കയും ഇസ്രയേലും സ്വപ്നം കാണാത്ത നീക്കമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതും അതിസൂക്ഷ്മതയോടെ, ബുദ്ധിപരമായി. ഇസ്രായേലിന്റെ അത്യാധുനിക ഡ്രോണായ ഹെർമിസ് 900 വെടിവെച്ചിടുന്നതിന് പകരം ഇലക്ട്രോണിക് വാർഫെയറിലൂടെ ദൗത്യത്തിനിടയിൽ വെച്ച് പൂർണ്ണ രൂപത്തിൽ പിടിച്ചെടുത്തതായി ഇറാൻ അവകാശപ്പെട്ടിരിക്കുകയാണ്. ഡ്രോണിലെ സെൻസറുകൾ, എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ ലിങ്കുകൾ, മാരകായുധങ്ങൾ എന്നിവയടക്കം ഒട്ടും കേടുപാടുകൾ കൂടാതെയാണ് ഇറാൻ പിടിച്ചെടുത്തതെന്നാണ് വാർത്തകൾ. ഒരു ലാബ് അസറ്റ് എന്ന നിലയിൽ ഈ ഡ്രോൺ ലഭിച്ചതോടെ ഇറാനിയൻ എഞ്ചിനീയർമാർക്ക് ഇതിന്റെ ഏവിയോണിക്സ്, ഫ്ലൈറ്റ് കൺട്രോൾ സോഫ്റ്റ്വെയർ, സെൻസർ ഫ്യൂഷൻ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിക്കാൻ സാധിക്കും. ഇത് ഇസ്രയേലിന്റെ ഡ്രോൺ വ്യൂഹത്തിലെ പോരായ്മകൾ കണ്ടെത്താനും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കാനും സഹായിക്കും. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28 മുതൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഡസൻ കണക്കിന് ഡ്രോണുകൾ ഇത്തരത്തിൽ നിഷ്ക്രിയമാക്കിയതായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. മേഖലയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഹെർമിസ് 900 പിടിച്ചെടുത്തത് എങ്ങനെയെന്നും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അതിനുത്തരം അവർ തന്നെ നൽകുന്നുമുണ്ട്. പാശ്ചാത്യ ശക്തികൾ പലപ്പോഴും പരിഹസിക്കുന്ന റിവേഴ്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ് ഇറാന്റെ മറ്റൊരു വിജയകഥ. അമേരിക്കയുടെ RQU 170 സെന്റിനൽ പോലുള്ള ഡ്രോണുകൾ പഠിച്ചും പുനർനിർമ്മിച്ചും സെയ്ഗെ, ഷാഹദ് 171 പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഇറാൻ വികസിപ്പിച്ചതും ഇതിന് ഉദാഹരണമാണ്. ഇത് സാങ്കേതിക മോഷണമെന്നല്ല, മറിച്ച് ഉപരോധങ്ങൾ അടിച്ചേൽപ്പിച്ച ഒരു രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ കഴിവ് ഇറാനെ പുറം ആശ്രയങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കുകയും രഹസ്യമായും ഫലപ്രദമായും പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. ഇത് മറന്നാണ് ഇറാനെതിരെ കാലഹരണപ്പെട്ട വാദങ്ങൾ ശത്രു രാജ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഡ്രോൺ യുദ്ധത്തിന്റെ ഇന്നത്തെ ഘട്ടത്തിൽ ഇറാനെ പിന്നിലായി ശക്തിയായി ചിത്രീകരിക്കുന്നത് തകർച്ചയിൽ വേവലാതി പൂണ്ട ശത്രു രാജ്യങ്ങളാണ് എന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. അത്യാധുനിക സാങ്കേതിക മികവിൽ മത്സരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ദീർഘകാലം നിലനിൽക്കുന്ന പ്രഭാവം സൃഷ്ടിക്കാനുള്ള ഒരു വ്യത്യസ്തമായ യുദ്ധചിന്തയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. ആകാശത്ത് നിശബ്ദമായി നടക്കുന്ന ഈ പോരാട്ടത്തിൽ സാങ്കേതിക വിദ്യ കൈക്കലാക്കാനുള്ള ശ്രമമാണ് ഹെർമിസ് 900 ഹൈജാക്കിലൂടെ ഇറാൻ നടത്തിയിരിക്കുന്നത്.